നമസ്കാരം. തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിലെ സത്യഗ്രഹ പന്തൽ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ്. സമരപ്പന്തലിൽ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചായക്കപ്പുണ്ട്. ഈ കപ്പിലെ വാചകങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ ജനശ്രദ്ധ നേടിയിരിക്കുന്നത്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. വലിയ വാചകങ്ങളൊന്നുമില്ല, വികാര പ്രകടനങ്ങളുമില്ല. പക്ഷേ ഈ ഒരൊറ്റ വാചകം കൊണ്ട് തനിക്ക് പറയാനുള്ളതെല്ലാം വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ആദ്യത്തെ പരാതി നൽകിയ അതിജീവിത അവർ രാഹുലിന്റെ അറസ്റ്റിന് ശേഷം ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങളാണ് സമരപ്പന്തലിൽ വെച്ച് മുഖ്യമന്ത്രി നിശബ്ദമായി പങ്കുവച്ചിരിക്കുന്നത്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന ശക്തമായ ഒരു സന്ദേശവും ഇതിലൂടെ നൽകുന്നതിനായി കഴിഞ്ഞിട്ടുമുണ്ട്. ഒരു ചിത്രത്തിന് 1000 വാക്കുകളേക്കാൾ ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം വാസ്തവമാണെന്ന കാര്യം കൂടി മനസ്സിലാക്കി തരുന്നതുമാണ് ഈ ചിത്രം. പരുക്കനെന്നും ധാർഷ്ട്യക്കാരെന്നും മാധ്യമങ്ങൾ ഉൾപ്പെടെ മുൻധാരണ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇത്തരത്തിൽ അതിസൂക്ഷ്മതയോടും അനുതാപത്തോടും കൂടി അതിജീവിതയ്ക്കുള്ള പിന്തുണ നൽകുന്ന വാക്കുകളുമായി ജനമധ്യത്തിലെത്തിയിരിക്കുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരെ സഹാനുഭൂതിയോടെ നോക്കിക്കണ്ടിരുന്ന നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. പാളയത്തെ സമരപ്പന്തലിൽ ഇരിക്കുന്ന പിണറായിയുടെ ചിത്രങ്ങൾക്കും സമാനമായ ഒരു ഭാവമാണ് ഉള്ളത്. സാം മാക് ബ്രാട്ടിനിയുടെ ഗസ് ഹൗ മച്ച് ഐ ലവ് യു എന്ന പുസ്തകത്തിൽ ഒരു പിതാവും അദ്ദേഹത്തിന്റെ മകനും തമ്മിലുള്ള സംഭാഷണത്തിലെ വൈകാരികമായ ഒരു വാചകമാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. പരസ്പരമുള്ള സ്നേഹത്തിന്റെ വ്യാപ്തിയെപ്പറ്റി ഇരുവരും തമ്മിലുള്ള വിശദീകരണത്തിനിടയിൽ പിതാവിനെ ചന്ദ്രനോളം ദൂരം സ്നേഹിക്കുന്നു എന്ന് മകൻ പറയുന്നിടത്ത് മറുപടിയായി ചന്ദ്രനിലേക്കും തിരിച്ചും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പിതാവ് പറയുന്ന മറുപടിയാണിത്. ഉപാധികളില്ലാത്തതും പരിധികളില്ലാത്തതുമായ സ്നേഹത്തെയാണ് ഈ വരികൾ വിശദമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചായക്കപ്പ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആ കപ്പിലെ വാചകങ്ങൾക്ക് എന്റെ ഉള്ളിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പ് ഉണ്ട് എന്നാണ് അതിജീവിതയും പ്രതികരിച്ചത്. അവരുടെ വേദനകളെ അനുതാപത്തോടെ പരിഗണിച്ചതിന്റെ സന്തോഷവും വാക്കുകളിൽ നിന്നും തൊട്ടറിയാനാവും. സഹതാപവും അനുതാപവും രണ്ടാണ് എന്ന കാര്യമാണ് ഇതിലൂടെ വ്യക്തമാക്കാനായി ശ്രമിക്കുന്നതും. പരാതിക്കാരായ സ്ത്രീകളെ അങ്ങേയറ്റം മോശക്കാരാക്കാനായി ഒരു വിഭാഗം തുനിഞ്ഞിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായ പിന്തുണയുമായി കൂടെയുണ്ട് എന്ന ഒരു ഉറപ്പ് സംസ്ഥാന മുഖ്യമന്ത്രി നൽകുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. ഭരണകൂടം അനുതാപത്തോടെ ഒപ്പമുണ്ടാകുക എന്നത് അതിജീവിതകൾക്ക് വലിയ ശക്തിയും സുരക്ഷയുമാണ് നൽകുന്നതും. മുഖ്യമന്ത്രിയുടെ ചായക്കപ്പ് ചിത്രം വൈറലായതോടെ എതിർ ക്യാമ്പ് ഒന്ന് പതറിയെങ്കിലും ചില വിശദീകരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. PR വർക്കിന്റെ മിടുക്കാണ് ഇതെല്ലാം എന്നതാണ് പ്രധാന വിമർശനം. എന്ത് PR ആയാലും ഈ ചിത്രത്തെ സമൂഹം ഏറ്റെടുത്തു എന്നതിലാണ് കാര്യം. കോവിഡ് കാലത്തും പ്രളയകാലത്തും ഇതേ PR പരാതികൾ കുറെ അധികം വന്നതുമാണ്. മനുഷ്യരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഒരു വാക്ക് സ്വാതന്ത്ര്യമായി ആവശ്യമാകുന്നിടത്ത് അത് നൽകാൻ കഴിയുന്നതും ഒക്കെ കേവലം PR തള്ളു മാത്രമായി കാണുന്നിടത്താണ് കുഴപ്പങ്ങൾ ആരംഭിക്കുന്നതും. തുറന്ന മനസ്സോടെ കാര്യങ്ങളെ കാണുന്ന ആരും ഒരു പുഞ്ചിരിയോടെയും ആശ്വാസത്തോടെയും നോക്കിക്കാണുന്ന ഒരു ചിത്രം എന്നതാണ് സമരപ്പന്തലിലെ ചായക്കപ്പ് ചിത്രത്തിന്റെ പ്രത്യേകത.